അപ്പോൾ എല്ലാ നബിമാർക്കും ദൃഷ്ടാന്തങ്ങൾ ഇറക്കി വിശ്വസിക്കുകയും വിശ്വസിക്കാത്തവർക്ക് ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അത് സംഭവിച്ചിട്ടില്ല. നിർണയിക്കപ്പെട്ട ഒരു അവധി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർക്ക് ശിക്ഷ വന്നു കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. ഇനി അവർക്കുള്ളത് എപ്പോഴാണ്? അവർ ഓർക്കാതിരിക്കുക പെട്ടെന്ന് അത് അവർക്ക് വന്നെത്തുക തന്നെ ചെയ്യുന്നു. ശിക്ഷയുടെ കാര്യത്തിൽ അവർ നിന്നോട് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും നരകം സത്യനിഷേധികളെ വലയം ചെയ്യുന്നതാകും. സ്വർഗത്തെ പറ്റിയിട്ടും ഇവിടെ നരകത്തെ പറ്റിയിട്ടൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിൽ 60 പറയുന്നത്, സ്വന്തം ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാത്ത എത്ര ജീവികളുണ്ട്. അള്ളാഹുവാണ് അവയ്ക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്. അവനാണ് എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവന്. അപ്പൊ നമ്മൾക്കാവട്ടെ, പക്ഷികൾക്കാവട്ടെ, ജന്തു ജീവജാലങ്ങളാകട്ടെ, ഇതിനൊക്കെ അള്ളാഹിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഉപജീവനം സൃഷ്ടാവാണ് നൽകുന്നത്. ഇനി 61 പറയുന്നത്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തത് ആരാണെന്ന് നീ അവരോട് അഥവാ ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹു ആണ്. അപ്പോൾ എങ്ങനെയാണ് അവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും അല്ല ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള കറക്റ്റ് ഉത്തരം പറഞ്ഞിരുന്നെന്ന് പറയുന്നുണ്ട്. അള്ളാഹുവാണ് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവന മാർഗം വിശാലമാക്കുന്നതും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഇടുങ്ങിയതാക്കുകയും തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിവുള്ളവന്. ആകാശത്ത് നിന്ന് വെള്ളം ചൊരിയുകയും ഭൂമി നിർജീവമായി കിടന്നതിന് ശേഷം അതുമൂലം അത് ജീവൻ നൽകുകയും ചെയ്താരെന്ന് നീ അവരോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹു ആണെന്ന്. പറയുക അള്ളാഹുവിന് സ്തുതി. പക്ഷെ അവരിൽ അധിക പേരും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. ആരാ നൽകുന്നത് ചോദിച്ചാൽ അവർ അതിനുള്ള ഉത്തരം തരും. പക്ഷെ അവരത് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ഈ ഐഹിക ജീവിതം വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല. തീർച്ചയായും പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതം. അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മളെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് അത് പരലോകമാണ്. ഇത് നമ്മൾ ക്യാമറക്കുള്ളിൽ എക്സാം എഴുതുന്ന ഒരു രീതി എങ്ങനെ, അതിനെ മാത്രം നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. നമ്മളെ ഈ ജീവിതം എല്ലാം അള്ളാഹു കാണുന്നുണ്ട്, അതൊരു പരീക്ഷണമാണ്. ഇതിൽ നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഇതിന് ടൈമും ഉണ്ട്. എന്നിട്ട് പിന്നെ അള്ളാഹിന്റെ അനുഗ്രഹങ്ങളെ പറ്റിയിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിൽ 68 പറയുന്നത്, അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ സത്യം വന്നു കിട്ടിയപ്പോൾ അത് നിഷേധിച്ച് തള്ളുകയോ ചെയ്തവനേക്കാൾ അക്രമിയായി ആരുണ്ട്? നരകത്തിൽ സത്യനിഷേധികൾക്ക് വാസസ്ഥലം ഇല്ലയോ? അള്ളാന്റെ ദൃഷ്ടാന്തം വരുന്ന സമയം അത് നിഷേധിച്ച ആളുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത് അവർക്ക് നരകമാണ് എന്നുള്ളത്. അള്ളാന്റെ തെളിവുകളാണ് നമ്മൾ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇത് നിഷേധിച്ചു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ് സംഭവിക്കാനുള്ളത്. നമ്മുടെ മാർഗത്തിൽ അഥവാ സമരത്തിൽ ഏർപ്പെട്ടവരാരോ അവരെ നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യുന്നതാണ്. തീർച്ചയായും അള്ളാഹു സതൃപ്തരോടൊപ്പമാകുന്നു. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് അഥവാ തിന്മയിൽ നിന്നും നന്മയിലേക്ക് യഥാർത്ഥ സത്യത്തിലേക്ക് അള്ളാഹു അവരെ എത്തിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്.